കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം രാവിലെ 4 മണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു. പൊന്നുണ്ണിക്കണ്ണൻ അതാ ശ്രീലകത്ത് പുഞ്ചിരിച്ച് നിൽക്കുകയാണ്. നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തുന്നുണ്ട്. അതിൻ്റെ ശോഭയിൽ പൊന്നുണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരി കാണാൻ എന്താ ഒരു ഭംഗിയെന്നറിയോ. പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട്. നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്. ചെവിയിൽ 4 ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. മേൽക്കാതും കീഴ്ക്കാതും ഓരോ ചെവിപ്പൂക്കളായിട്ട് 4 എണ്ണം വെച്ചിട്ടുണ്ട്. മാറത്തൊരു സ്വർണ്ണത്തിലകവും 3 സ്വർണ്ണമാലകളും ചാർത്തിയിരിക്കുന്നു. കയ്യിൻ്റെ 2 ചുമലിലും ഓരോ ഗോപി തിലകങ്ങൾ സ്വർണത്തിൻ്റെ ചാർത്തിയിരിക്കണം. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പീതാംബരപ്പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. കയ്യിൽ ഓടക്കുഴലുണ്ട്, താമരയുണ്ട്. സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ 3 തിരുമുടി മാലകളും 2 വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു. പൊന്നുണ്ണിക്കണ്ണൻ ഇന്ന് കുറച്ച് വലിയൊരു പൊന്നുണ്ണിയായിട്ടാണ് ഇന്നത്തെ അലങ്കാരം. ആ സച്ചിദാനന്ദ കട്ട എല്ലാവരും വിചാരിച്ചോളൂ. ഈ രൂപമാണ് നട തുറന്ന സമയത്ത് കണ്ണൻ പുഞ്ചിരിച്ച് നിൽക്കുന്ന രൂപത്തിലാണ് ഭക്തന്മാരെല്ലാവരും കാണുന്നത്. ആ സുന്ദര രൂപം കണ്ടതോടുകൂടി എല്ലാവർക്കും സന്തോഷത്തിൽ ആനന്ദത്തിൽ ആറാടി ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുമ്പിലേക്ക് നാമം ജപത്തോടുകൂടി ഓടി 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 പോണു. ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കണ്ട് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണോ, പ്രാർത്ഥിക്കണോ. കണ്ണൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവണോ. ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് ആവാഹിച്ചാലോ. എല്ലാവരും നല്ലപോലെ പ്രാർത്ഥിക്കുമോ? നല്ലപോലെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പൊന്നുണ്ണിക്കണ്ണനതാ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറി വരും കേട്ടോ. പൊന്നിന് കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് പീതാംബരപ്പട്ട് ഞൊറിഞ്ഞെടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയുമായി സർവാഭരണ വിഭൂഷിതനായി നിന്ന് പുഞ്ചിരിക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ രൂപമാണ് എല്ലാവരും വിചാരിക്കേണ്ടത്. എല്ലാവരും ആ കണ്ണൻ്റെ രൂപം വിചാരിച്ചോളൂ. ആ പൊന്നുണ്ണിക്കണ്ണനതാ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അതാ കയറി വരണു. ആ കയറി വന്നു കഴിഞ്ഞാൽ അവിടെ പിടിച്ച് നിർത്തി, അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനൊന്ന് കൊഞ്ചിച്ച് ലാളിച്ചൊരു മുത്തം കൊടുത്ത് ആ കണ്ണനെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം, പ്രാർത്ഥിക്കാം. ആ കണ്ണൻ്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവും. കണ്ണൻ്റെ തിരുനാമങ്ങൾ ചൊല്ലിക്കോളൂ എല്ലാവരും. നാരായണ 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 നാരായണ. സ്നേഹത്തോടുകൂടി വിശ്വാസത്തോടുകൂടി ഭക്തിയോടുകൂടി കണ്ണൻ്റെ തിരുനാമങ്ങൾ ഉറക്കെ ജപിക്കുക. കണ്ണനത് കേൾക്കും, കേൾക്കാതിരിക്കാൻ പറ്റില്ല. അത് കേട്ട് കഴിഞ്ഞാൽ കണ്ണൻ നമ്മുടെ അടുത്തേക്ക് അങ്ങോട്ട് ഓടി വരും. എന്നിട്ട് നമ്മുടെ ഒക്കത്തൊക്കെ ഒന്ന് കയറിയിരുന്ന് നമുക്കൊരു മുത്തം തന്ന് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരി കോരിത്തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും. നമ്മൾ എത്രത്തോളം സ്നേഹം കൊടുത്തോ അതിൻ്റെ 10 മടങ്ങ് ഇരട്ടി സ്നേഹം കണ്ണൻ നമുക്ക് തിരിച്ചു തരും. എന്നിട്ട് നമ്മുടെ ജീവിതം സമ്പുഷ്ടമാക്കും, ഐശ്വര്യപൂർണ്ണമാക്കും. എല്ലാവരും ആ കണ്ണൻ്റെ തിരുനാമങ്ങൾ ജപിച്ചോളൂ. നാരായണ 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 നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കാം. നിത്യവും ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം, സർവസമ്പൽ സമൃദ്ധി, സർവ ഐശ്വര്യം, സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാവുന്നതാണ്. ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ വിട്ടുകളയാൻ പാടില്ല. നമ്മൾ ഉപാസിക്കണം. അത് മാത്രം പോരാ, വരും തലമുറകൾക്ക് അത് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ഉപാസിപ്പിക്കുകയും കൂടി വേണം. ചെറിയ മന്ത്രമല്ലേ, എല്ലാവർക്കും ഇഷ്ടാവും. എല്ലാവരെ കൊണ്ടും അത് ചൊല്ലിക്കുക. ഈ കലികാലത്ത് ജപിക്കാൻ പറ്റിയ ഉത്തമമായ മന്ത്രം കൂടിയാണ്. അതുകൊണ്ട് എല്ലാവരും ജപിച്ചോളൂ, ഇന്ന് തന്നെ ജപിച്ചോളൂ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ.